സച്ചിൻ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുരേഷ് ബാബുവിൻ്റെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞത് ഈ ഏറ്റവും കൂടുതൽ പ്രധാനമായും ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ബാധിക്കുക യു ഡി എഫിനെയും ബി ജെ പിയാണ്. പ്രധാനമായും യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ യു ഡി എഫിന് വോട്ടുകൾ കൂടുതൽ കിട്ടുന്ന മേഖലകളിലാണ് കുറഞ്ഞിട്ടുള്ളത്. ഇതാണ് എൽ ഡി എഫിന് അനുകൂലമായി ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതും എത്തുന്നത് എന്ന് എൻ സുരേഷ് ബാബു ഇപ്പോൾ വിശദീകരിച്ചു. പാലക്കാട് ആകെ തീർച്ചയായും അജിംഷാദ്, വലിയൊരു മുന്നേറ്റം എൽ ഡി എഫിന് പാലക്കാട് ഉണ്ടാകും എന്ന കാര്യമാണ് കണക്കുകളിൽ നിരത്തിക്കൊണ്ട് CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം പാലക്കാട് നഗരസഭ, അതേപോലെ തന്നെ പിരായിരി പഞ്ചായത്ത്, ഇവിടെ പിരായിരി പഞ്ചായത്തിൽ യു ഡി എഫിന് വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന കാര്യമാണ് CPIM-ൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വ്യക്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയിലെ വിവിധ ബൂത്തുകൾ, BJP ആണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത്, പല ബൂത്തുകളിലും പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ BJPക്ക് തിരിച്ചടിയാകുമെന്ന കാര്യം കൂടി CPIM-ൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണാടി മാത്തൂർ പഞ്ചായത്തിലെ പോളിംഗ് ശതമാനത്തിൽ വന്ന വർധനവിലൂടെ LDF-ൻ്റെ ശക്തമായ തിരിച്ചുവരവ് മാത്തൂർ പഞ്ചായത്തിൽ ഉണ്ടാകും. അതേപോലെ തന്നെ കണ്ണാടിയിൽ നിലവിലുള്ള ഭൂരിപക്ഷത്തേക്കാൾ ഇരട്ടിയിലധികം ഭൂരിപക്ഷം LDF-ന് ലഭിക്കും എന്ന കാര്യം കൂടി CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിൽ BJPക്കും കോൺഗ്രസിനും ബൂത്ത് ഏജൻറ്റുമാരടക്കം ഇല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഉച്ചയോടുകൂടി പല ബൂത്തുകളിലും LDF-ൻ്റെ ഏജൻറ്റ് മാത്രമുള്ള ഒരവസ്ഥയിലായിരുന്നു കണ്ണാടിയിലും മാത്തൂരിലും ഉണ്ടായത് എന്ന കാര്യവും CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി വ്യക്തമായിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് പാലക്കാട് കഴിഞ്ഞ തവണകളിൽ നിന്നും മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം LDF-നുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് തുടക്കം മുതൽ തന്നെ അടിത്തട്ട് വരെയുള്ള സംഘടനാപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും മികച്ച മുന്നേറ്റം LDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ തന്നെയായിരുന്നു ഇത്തരം യോഗങ്ങൾ, മേഖലാതല യോഗങ്ങളിലും ബൂത്ത് തല യോഗങ്ങളിലൊക്കെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അടക്കം വിലയിരുത്തിക്കൊണ്ടായിരുന്നു LDF-ൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമടക്കം മുന്നോട്ട് പോയത്. അതേപോലെ തന്നെ CPIM-ൻ്റെ സംഘടനാ സംവിധാനം ശക്തമായ രീതിയിൽ അടിത്തട്ട് വരെ കൃത്യമായി വോട്ടെടുപ്പ് ദിവസം വരെ കൃത്യമായ രീതിയിൽ ചലിപ്പിക്കാൻ വേണ്ടി CPIM നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് CPIM-ഉം അതേപോലെ തന്നെ LDF നേതാക്കളും വ്യക്തമാക്കുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇത്തരത്തിലുള്ള കണക്കൂട്ടലാണ്. ഏറ്റവും ഒടുവിൽ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി അവകാശപ്പെടുന്നത് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതും അനുകൂലമാകുന്നത് LDF-നാണ്. അതിൻ്റെ കണക്കുകൾ അങ്ങനെയാണ് പുരോഗമിക്കുന്നത്. നേരത്തെ ഡോക്ടർ P. സരിൻ LDF സ്ഥാനാർത്ഥിയും അതിന് സമാനമായ നിരീക്ഷണമാണ് നടത്തിയത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സച്ചിൻ ഞങ്ങളുടെ പ്രതിനിധി ക്രോഡീകരിച്ചത്.